ഡിയേഴ്സ്, ഞാൻ ഉഷാദ് അപ്പോട്ടക്. ഞാൻ വളരെ സന്തോഷത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്കും UAE ഗവൺമെൻറ്റിൻ്റെ ഗോൾഡൻ വിസ കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ഏകദേശം 2019 ഞാൻ ഓർക്കുകയാണെങ്കിൽ ഏകദേശം ആ സമയത്താണ് ഈ ഗോൾഡൻ വിസയൊക്കെ ആളുകൾക്ക് കിട്ടിത്തുടങ്ങിയത്. നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട MA യൂസഫ് അലി മലയാളികൾ ആദ്യം കിട്ടിയത് അദ്ദേഹത്തിനാണ് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ഫിലിം സ്റ്റാർസ് മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് പേർക്ക് ഈ ഗോൾഡൻ വിസ കിട്ടി. ഡിഫറൻറ്റ് മേഖലയിൽ അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ച കലാകാരന്മാരും ബിസിനസ്സുകാരും എഡ്യൂക്കേഷനിൽ വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച കുട്ടികൾക്കും, അതുപോലെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പാരാമെഡിക്കൽ, കോവിഡ് ടൈമിൽ ഒരുപാട് രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത അങ്ങനെ പല ആളുകൾക്കും ഈ ബഹുമതി കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിലും വളരെ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് കരസ്ഥമാക്കണം എന്നുള്ളത്. അതിന് ഞാൻ എനിക്ക് 2 ഓപ്ഷനാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഒന്ന്, എൻ്റെ എഡ്യൂക്കേഷൻ, ഫാർമസിസ്റ്റ് എന്നുള്ള രീതിയിൽ, അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡും ടൈം ടേക്കിങ്ങും ആയിരുന്നു. അങ്ങനെ ആകുമ്പോഴാണ് എൻ്റെ അടുത്ത ഓപ്ഷനായി ഞാൻ ചെയ്യുന്ന ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളൊരു സത്യമാണ്. അങ്ങനെ ഫൈനലി ആ ഒരു അവസരം എനിക്കും വന്നിരിക്കുകയാണ്. എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, എന്താണോ നമ്മൾ ശക്തമായി ആഗ്രഹിക്കണം, നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മൾക്കും അത് കരസ്ഥമാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. ഈ അവസരത്തിൽ ഞാൻ സർവശക്തനായ ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയും ഈ UAE ഗവൺമെൻറ്റിന് എനിക്ക് അംഗീകാരം തന്നതിൽ ഞാൻ എൻ്റെ കൃതജ്ഞത അറിയിക്കുകയും അതോടൊപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ, നമ്മളെ ഈ ഹാർഡ് വർക്കിന് ഫുൾ സപ്പോർട്ടായിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് പല സമയം നമുക്ക് ഒരുപക്ഷെ കുടുംബത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. നമ്മുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മളെ കൂടെ നിന്ന് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും സ്പെഷ്യലി എൻ്റെ മക്കൾക്ക് ഞാൻ ഈ അവസരത്തിൽ ഞാൻ അവരെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ അൺകണ്ടീഷണലായി സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൊളീഗ്സ്, എൻ്റെ അപ്പോട്ടക് ടീം മെമ്പേഴ്സിനും അതുപോലെ എൻ്റെ ബിലവഡ് കസ്റ്റമേഴ്സിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, ഈ രാജ്യം കഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഗോൾഡൻ വിസ എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അംഗീകാരം അല്ലെങ്കിൽ മറ്റൊരു അംഗീകാരം നമ്മളെ തേടിയെത്തുക തന്നെ ചെയ്യും.